ഹലോ, വെൽക്കം ബാക്ക്. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് പ്രകാരം നമുക്ക് പ്രോഗ്രാമിംഗ് പഠിക്കണമെങ്കിൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്ന് എക്സസൈസിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഇഫ് എൽസ് ഒക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു, ലോജിക്കൽ എക്സ്പ്രഷൻ, അതിലൊക്കെ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടെന്നറിയാം. എങ്കിലും ഇത് വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസസ് ആണ്. അത് നിങ്ങൾ സ്വന്തമായിട്ടും നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ എക്സസൈസ് എക്സ്പ്ലെയിൻ ചെയ്യും, ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും, അത് കഴിഞ്ഞ് നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം സ്വന്തമായി ചെയ്തതിന് ശേഷം നമുക്കത് സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഉത്തരം കാണാം. എന്നാൽ മാത്രമേ കറക്റ്റ് ഉത്തരം കാണാൻ പറ്റത്തുള്ളൂ. തെറ്റിയാൽ കുഴപ്പമില്ല, ചെയ്തു നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ഫൈൻഡ് മാക്സിമം ഓഫ് 3 നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഏത് 3 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എന്ത് വേണം, അതിലേതാണ് മാക്സിമം എന്ന് കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന് നമ്മൾ 3 നമ്പറിന് ചോദിക്കുന്നു. 3 നമ്പർ എന്ന് പറയുമ്പം 5, 3 നമ്പറിന് ചോദിക്കുന്നു. 5, 8, 2 ഇങ്ങനെയാകുമ്പോൾ മാക്സിമം 8 അപ്പോൾ നമുക്ക് എന്താ കാര്യം വെച്ചാൽ നമുക്ക് ഇൻപുട്ടുണ്ട് ഈ പ്രോഗ്രാമിന്. ഏത് പ്രോഗ്രാമിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇൻപുട്ടും ഉണ്ടാവും ഔട്ട്പുട്ടും ഉണ്ടാവും. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഇൻപുട്ട് എന്താണ്, 3 നമ്പറുകളാണ്. അതിനൊരു പേര് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു ഹിൻ്റായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്ത് വേണം, 3 നമ്പറിന് മാക്സിമം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് 3 വേരിയബിൾ വേണം. അത് നമ്മൾ ഇൻപുട്ട്സ് ആണ്. അപ്പോൾ ഇൻപുട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അത് പ്രോഗ്രാമിൽ അങ്ങനെ എഴുതണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കമൻ്റ് ആക്കാം. അപ്പോൾ ഇൻപുട്ടായിട്ട് നമ്മളത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മളിത് പഠിച്ചതാണ്. ഇൻറ്റ് ഇൻപുട്ട് ഗിവ് എ, ബി എന്ന് പറഞ്ഞാൽ ഇൻറ്റ് ഇൻപുട്ട് ഗിവ് ബി, സി എന്ന് പറയുമ്പോൾ ഇൻറ്റ് ഇൻപുട്ട് ഗിവ് സി. അപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ബി സി എന്താകും, എ ബി സി നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് വരും. നമുക്ക് ഗിവ് എ 8, ഗിവ് ഇൻപുട്ട് 4, സി 12. അപ്പോൾ എ ബി സി ഇപ്പോൾ കമ്പ്യൂട്ടറിന് അറിയാം. എ ബി സി എന്താണ്, 8, 4, 12 ആണെന്നുള്ളത് അറിയാം. ഇനി നമ്മൾ ജോലി എന്താണ്, ഇതിൽ മാക്സിമം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ആദ്യം എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് എ ഗ്രേറ്റർ ആണെങ്കിൽ എന്തായിരിക്കും, ബി എന്തായാലും വലിയ ആളായിരിക്കില്ല. പിന്നെ എയും സിയും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ ഇതും ട്രൂ ആണ്. എയും ബിയും ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഈ ബ്ലോക്കിലേക്ക് വരത്തുള്ളൂ. അത് കഴിഞ്ഞ് എ ബിയേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമേ ഈ ബ്ലോക്കിൽ വരത്തുള്ളൂ. അത് കഴിഞ്ഞ് എ സിയേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എന്താണ്, ഏറ്റവും വലിയ നമ്പർ സി തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ചിട്ട് ഇത് ചെയ്യണം. ഓക്കെ. അടുത്തത്, റൈറ്റ് എ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ദ ഗ്രേഡ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഗിവൺ മാർക്ക് ഓഫ് 3 സബ്ജക്റ്റ്. ക്രൈറ്റീരിയ ഫോർ ഗ്രേഡിംഗ് ഇസ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കുറച്ചുകൂടെ ഒരു അപ്ലിക്കേഷൻ ലെവൽ പ്രോഗ്രാമാണ്. നമുക്കെന്തുണ്ട്, ഒരു കുട്ടിയുടെ ഏത് ഗ്രേഡാണ് വരുന്നതെന്ന് അറിയണം. അതാണ് റൈറ്റ് എ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ദ ഗ്രേഡ് ഓഫ് എ സ്റ്റുഡൻറ്റ്. നമ്മൾ ഗ്രേഡ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഗ്രേഡ് കണ്ടുപിടിക്കുന്നത്, 3 സബ്ജക്റ്റിൻ്റെ മാർക്ക് തന്നിട്ടുണ്ട്, ആ ഗ്രേഡിങ്ങിൻ്റെ ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഗ്രേഡിങ്ങിൻ്റെ ക്രൈറ്റീരിയ? പെർസെൻറ്റേജ് മാർക്ക് 90ൽ കൂടുതലാണെങ്കിൽ ഗ്രേഡ് എ, പെർസെൻറ്റേജ് മാർക്ക് 70ൽ കൂടുതലാണെങ്കിൽ ഗ്രേഡ് ബി, 50ൽ കൂടുതലാണെങ്കിൽ ഗ്രേഡ് സി, 40ൽ കൂടുതലാണെങ്കിൽ ഗ്രേഡ് ഡി, 40ൽ കുറവാണെങ്കിൽ എന്താവും, 40ൽ കുറവാണെങ്കിൽ ഗ്രേഡ് എഫ്, ഫെയിലാവും. അപ്പോൾ ഇതിൽ നമ്മൾ പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ചിന്തിക്കാൻ എത്ര വേരിയബിൾസ് വേണം, എന്തൊക്കെയാണ് ഇൻപുട്ട്സ്. പിന്നെ നമുക്ക് അസ്യൂം ചെയ്യാം മാക്സിമം
മാർക്ക് എല്ലാത്തിനും മാക്സിമം മാർക്ക് ഫോർ ഓൾ സബ്ജക്റ്റ് 100 ആണെന്ന് അസ്യൂം ചെയ്യാതെ നമുക്ക് 3 സബ്ജക്റ്റിലല്ലേ. അപ്പോൾ നമുക്ക് മാർക്ക് 1 ഉണ്ട്, മാർക്ക് 2 ഉണ്ട്, മാർക്ക് 3 ഉണ്ട്. പിന്നെ പേഴ്സൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആവറേജ് മാർക്ക് എടുത്തിട്ട് അതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ആവറേജ് മാർക്ക് എന്താണ്? ആവറേജ് മാർക്ക് ടോട്ടൽ മാർക്ക് 1 പ്ലസ് മാർക്ക് 2 പ്ലസ് മാർക്ക് 3/3 ആണ്. അത് തന്നെയാണ് പേഴ്സൻറ്റേജും അല്ലേ. 100-ലാണ് മാർക്കെങ്കിൽ അത് തന്നെയാണ് പേഴ്സൻറ്റേജും. അങ്ങനെ വരുമ്പം ആവറേജ് മാർക്ക് 90 കൂടുതലാണെങ്കിൽ എന്താണ്? ഗ്രേഡ് എ ആണ്. ഇനി ആവറേജ് മാർക്ക് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഗ്രേഡ് ബി കിട്ടണമെങ്കിൽ 70-ൽ കൂടുതലാണ്. അപ്പോൾ നമുക്കിവിടെ എൽസ് ഇഫ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുക. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്കൊരു ഇത് സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സൊല്യൂഷൻ നോക്കാം. താങ്ക് യു.